ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഞങ്ങളിന്ന് ഞാൻ കുറച്ച് ചെടികൾ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇടുക്കി വീട്ടിൽ മമ്മിയുടെ കുറച്ച് ചെടികളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ വീട്ടിലേക്ക് വന്ന് കയറുന്ന വഴികളാണ്. അപ്പോൾ അവിടെ ഒരു സൈഡിൽ കുറേ പീസ് ലില്ലിയാണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം പീസ് ലില്ലി നമ്മുടെ ഇവിടെയും പിടിക്കും, പക്ഷേ അവിടെ ഇപ്പോഴൊക്കെ പോയപ്പോഴൊക്കെ നല്ല തണുപ്പും കാറ്റൊക്കെയാണ്. അപ്പോൾ പൂവുള്ള ചെടികൾ കുറച്ചും കൂടെ നന്നായിട്ട് നമ്മളെ കഴിഞ്ഞും കൂടുതലായിട്ട് അവിടെ പിടിക്കും കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ ഒറ്റൊരു സെറ്റായിട്ട് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം ഇത് കണ്ടോ, വെള്ള പൂക്കൾ അതിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആ ഗ്രീൻ കളറായി വരുന്നത് പൂവ് കളർ മാറി വരുന്ന കേട്ടോ. പിന്നെ അത് നമുക്ക് കട്ട് ചെയ്ത് കളയണം. അങ്ങനെ കട്ട് ചെയ്ത് കളയുമ്പോൾ പിന്നെ നമുക്കങ്ങനെ പൂവുണ്ടായി വരും. അപ്പോൾ അവിടെ നമ്മുടെ എന്തോ ഒരു ഫംഗസ് കാരണം അതിൻ്റെ ഇലയൊക്കെ ചെറുതായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് മമ്മി ഇങ്ങനത്തെ വലിയ മരം പോലത്തെയുള്ള ചെടികളില്ല, ഇതൊക്കെ കുറച്ച് നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിതിൻ്റെ പേരൊന്നും അങ്ങനെ അറിയില്ല കേട്ടോ, ചെടികളുടെ ഒന്നും. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനത്തെ വലിയൊരു മരം പോലെ വരുന്ന ഇതിൽ ഈ ഒരു ചെടി, എന്നിട്ട് ഇതിനകത്ത് കണ്ട് ഇത് ഫുള്ള് ഇങ്ങനത്തെ വൈറ്റ് കളർ പൂവാട്ടോ. ഇത് ഡിസംബർ മാസത്തിൽ മാത്രമാണ് ഇതിനകത്ത് പൂവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനെന്തോ ഒരു പേരുണ്ട് കേട്ടോ, ഒരു ഡിസംബർ ഫ്ലവർ എന്നൊക്കെ ചുമ്മാ പറയും, പക്ഷേ വേറെന്തോ പേരുണ്ട് അതിന്. പിന്നെ ഇതെങ്ങനത്തെ ആ മഞ്ഞപ്പൂവൊക്കെ എല്ലാവരുടെ അടുത്തും ഉള്ളതല്ലേ. പിന്നെ മമ്മി ഇതിനകത്ത് കുറച്ച് ഈ ആമ്പലൊക്കെ നന്നായിട്ട് പൂവുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പൂവ് കുറഞ്ഞതാണ്. പിന്നെ അതിനകത്ത് കുറച്ച് മീനും കൂടെ ഗപ്പിയോ അങ്ങനെ എന്തോ മീനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, കുറേ ഉണ്ട് അതിനകത്ത് മീൻ. അപ്പോൾ അങ്ങനത്തെ ഒരു ആമ്പലം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെയും പ്രത്യേകിച്ച് പേരൊന്നും ആർക്കും അറിയില്ല കേട്ടോ. മമ്മി അവിടെ നിന്നും എല്ലായിടത്തുനിന്നും കിട്ടുന്നതൊക്കെ ഇങ്ങനെ വന്ന് കൊണ്ടുവന്ന് വയ്ക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ പണ്ടത്തെ ഈ വെള്ളത്തണ്ട് പോലത്തെ ഒരു ചെടിയില്ല, അതിങ്ങനെ ഒടിച്ച ഇങ്ങനത്തെ വെള്ളം പോലെയുള്ള തണ്ടാണ് അതിനകത്ത്. അപ്പം ഇതൊക്കെ വെറുതെ കുത്തി കൊടുത്താൽ മതി, അതൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പോൾ അതിപ്പം അവരുടെ അവിടുത്തെ ചെറിയൊരു വെയിലായതുകൊണ്ടാണ് അത് ചെറുതായിട്ടൊരു വാടിയ പോലെ നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ ഇവിടെ എല്ലായിടത്തും ഒരുപോലെ പിടിക്കുന്നൊരു ചെടിയാണ് കേട്ടോ. പിന്നെ ഇത് ഓർക്കിഡാണ് കേട്ടോ, യെല്ലോ കളറ് ഓർക്കിഡ്. അപ്പോൾ ഞാൻ ഈ ഓർക്കിഡ് ഇത് ആദ്യമായിട്ട് കാണും കേട്ടോ. നമ്മൾ വേറെ ഈ ഒരു ചെറിയ പിങ്കിഷ് ആയിട്ടൊക്കെ ഉള്ളതല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് ഭയങ്കര രസമായിട്ട് ഇതിനകത്ത് കാണാനുണ്ട്. അപ്പോൾ അതിനകത്ത് അവിടെ ഭയങ്കര കാറ്റാണ്. അപ്പോൾ ആ കാറ്റിനകത്ത് ചെടിച്ചട്ടികൾ വരെ മറിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഒടിയാതിരിക്കാൻ മമ്മി അത് അങ്ങനെ കെട്ടി വെച്ചേക്കും കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ, സത്യമായിട്ടും. പിന്നെ ഇത് നമ്മുടെ കോമൺ ആയിട്ട് എല്ലായിടത്തുള്ള മണി പ്ലാന്റ്. പിന്നെ ഇങ്ങനത്തെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ശരിക്കും കോമൺ ചെടികളാട്ടോ, നമ്മുടെ ഒക്കെ എല്ലായിടത്തും ഉള്ള പോലത്തെ പൂവൊന്നുമില്ലാത്ത സാധാ ഇലച്ചെടിയാണ്. പിന്നെ ഈ ചെടി നമ്മുടെ ഇവിടെ ഇതങ്ങനെ പിടിക്കില്ല കേട്ടോ, ഇത് അവിടെയേ ഉള്ളൂ. ഇതിങ്ങനെ ഒരുമാതിരി ഇങ്ങനെ വാല് പോലെ ഇങ്ങനെ കിടക്കും. പിന്നെ ഈ ചെടി ഇതെല്ലാവർക്കും ഉള്ളതാണ്, പക്ഷെ നമ്മുടെ വെയിലിന് ഇത് പറ്റില്ല. അപ്പം നേരത്തെ ഒരുപാട് പൂവുള്ള ചെടികളുണ്ടായിരുന്നു, മറ്റേ എന്താ പറയുക, എൻ്റെ പേരൊക്കെ പറഞ്ഞു, അങ്ങനത്തെ റോസയൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ. പല കളറുള്ള റോസകളുണ്ടാവും, പക്ഷെ നമ്മുടെ ഇവിടെ അത്ര കാര്യമായിട്ട് ഇതൊന്നും പിടിക്കില്ല. അപ്പം ഇത് അഗ്ലോണിമയാണ്. അഗ്ലോണിമ അവിടെ പിടിക്കില്ല കേട്ടോ, അഗ്ലോണിമയ്ക്ക് അവിടുത്തെ കളറ് കിട്ടത്തില്ല. പക്ഷേ നമ്മുടെ ഇവിടെ നന്നായിട്ട് പിടിക്കുന്നതാണ് അഗ്ലോണിമ. അഗ്ലോണിമയ്ക്ക് ചെറിയ രീതിയിൽ വെട്ടവും വെളിച്ചവും കുറച്ച് വെയിലൊക്കെ വേണം തോന്നുന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്തേൽ മമ്മി മറ്റേ പനിക്കൂർക്ക, അതാണ് വൈറ്റ് കളർ ഷെയ്ഡ് വരുന്നത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തൊരു ചേമ്പല പോലത്തെ ഒരു സാധനം, അങ്ങനത്തെ കാണാനൊക്കെ ഭംഗിയാണ്. പക്ഷേ നമ്മുടെ ഇവിടെ കൊണ്ടുവരുമ്പോൾ അത് കരിഞ്ഞു പോകുന്നുള്ളൂ. അവിടെ കുറച്ച് തണുപ്പൊക്കെ ആയതുകൊണ്ട് നല്ല നീറ്റായിട്ട് കാണാൻ ഭംഗിയോടുകൂടി ഇങ്ങനെ നിൽക്കും കേട്ടോ. ഇലകളൊക്കെ നല്ല എന്താ പറയുക, നല്ല ഭയങ്കര ഊർജ്ജമായിട്ട് ഇങ്ങനെ നിൽക്കും. നമുക്ക് കുറച്ച് വെയിലടിക്കുന്നതുകൊണ്ട് ഒരു വാടൽ വരും. പിന്നെ ഇതും നമ്മുടെ അടുത്ത് പിടിക്കും. ഇത് നമുക്കങ്ങനെ ഒരുപാട് പിടിച്ചിട്ടൊന്നുമില്ല, എന്നാലും കുറച്ച് തണ്ടൊക്കെ നമ്മൾ കൊണ്ടുപോയി വയ്ക്കുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് പിടിച്ച് വരാറുണ്ട്. പിന്നെ ഈ ചെടിയുടെ ഫുള്ള് പച്ചലയായിരിക്കും, അത് പിന്നെ റെഡായിട്ട് വരും. പിന്നെ ഈ ചെടികൾ ഇത് ഒരു സീസണിൽ പിടിക്കുന്നതാണ്. അപ്പോൾ ഒരു സീസണിൽ പിടിക്കുന്നതാകുമ്പോൾ ഒരുപാടിങ്ങനെ മമ്മി ഇങ്ങനെ നട്ടുവെച്ച് പൂക്കളുണ്ടാവും. അത് കഴിയുമ്പോൾ പിന്നെ അതങ്ങ് പോകും. പിന്നെ ഇങ്ങനത്തെ കുറച്ച് എന്തൊക്കെയോ ചേമ്പലുകളൊക്കെ ആയിട്ട്, ഇതിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല. അപ്പോൾ സിറ്റ് ഔട്ടിൻ്റെ സൈഡിലായിട്ടും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട്, ഫ്രണ്ടിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ, ബാക്കിലേക്കൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന പൂവാട്ടോ. അപ്പോൾ അതൊക്കെ ആ സൈഡിൽ കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു റെഡ് ഇല പോലെ കാണുന്നില്ലേ, അതും ഓരോ സീസൺ അനുസരിച്ച് അതിൻ്റെ ഇലയുടെ കളറ് മാറി വരും. അത് പച്ച ഇലയായിരിക്കും, പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ റെഡായിട്ട് വരും. അങ്ങനെ അത് മാറി മാറി കളറ് വരും. പിന്നെ ആ ഒരു സീസൺ കഴിയുമ്പോൾ ആ റെഡ് ഇല തന്നെ ഗ്രീൻ കളറാവും കേട്ടോ. അങ്ങനത്തെ 2 തരമുണ്ട്, ഗ്രീൻ കളറും റെഡും വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും ഇവിടെയുണ്ട്. ഈ റെഡാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു പിങ്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കളറ് മാറിക്കഴിയുമ്പോൾ ഗ്രീനിലേക്ക് തന്നെ പോകും. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ പിങ്ക്. അതിൻ്റെ ഗ്രീൻ അല്ല കണ്ടോ, അതൊരു സീസണിൽ അത് ഗ്രീൻ മാറിയിട്ട് പിങ്ക് ആവും. പിന്നെ ഈ പിങ്കൊക്കെ ഇനി അത് ഗ്രീനായിട്ട് മാറും. അതുപോലെ അതിൻ്റെ റെഡും. പിന്നെ ഇതിൻ്റെ വേറെ കളറുണ്ടോ എന്നറിയില്ല കേട്ടോ, വേറെ കളർ ഞാൻ കണ്ടിട്ടില്ല.
പിന്നെ അവിടെ കുറച്ച് ആന്തൂറിയം വെച്ചിട്ടുണ്ട്. ആന്തൂറിയൊക്കെ പോയി കേട്ടോ. ആദ്യമൊക്കെ ഒരുപാട് ആന്തൂറിയം ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം മമ്മി ഇങ്ങനത്തെ ചെടികളൊക്കെ കേട്ടോ കൂടുതലും വെക്കുന്നത്. പിന്നെ ഞാൻ ഇവിടെ പിടിക്കില്ല, അവിടെ നന്നായിട്ട് പിടിക്കുന്നു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പണ്ട വീട്ടിൽ നിന്ന് കുറേ ചെടികൾ അവിടുത്തെ പൂവൊക്കെ കണ്ടിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുമായിരുന്നു. ഒരാഴ്ചയൊക്കെ അത് നിൽക്കും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് കരിഞ്ഞോ ചീഞ്ഞോ അങ്ങനെയൊക്കെ പോകുന്നെങ്കിൽ വെള്ളത്തിൻ്റെ പ്രശ്നം, നമ്മൾ വെള്ളം കൂടുതൽ ഒഴിക്കുന്ന ഇഷ്യൂ ഒന്നുമല്ല, ക്ലൈമറ്റാണ് മെയിനായിട്ടുള്ള റീസൺ. അപ്പം നമുക്ക് അവിടെ നിന്നൊന്നും കൊണ്ടുവന്നാൽ അധികമൊന്നും പിടിക്കില്ല കേട്ടോ. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയാൽ കുറച്ചെങ്കിലും ഒക്കെ പിടിക്കും. പക്ഷേ നമുക്കങ്ങനെ പറ്റില്ല. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും കൊണ്ടുവന്ന് നോക്കിയിട്ടുണ്ട്, ഒക്കെ എല്ലാം ഫ്ലോപ്പ് ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടായിട്ട് ഞാൻ നമുക്ക് പിടിക്കില്ല അവർക്ക് പിടിക്കുന്നു ഇങ്ങനെ ഇടയ്ക്ക് പറയുന്നത്. അപ്പോൾ ഇതാ പിന്നെ ഈ ഒരു സൈഡിലായിട്ട് മമ്മി ഇങ്ങനത്തെ ബോൾസ് പോലത്തെ ചെടികളാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിലുള്ള ഒരു ചെറിയ മുള്ളു പോലത്തെയൊക്കെ ചെടിയോ, അതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. അപ്പം ഇതിങ്ങനെ ഓരോ സമയത്തും ഇങ്ങനെ ഓരോ സീസൺ അനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഓരോ സെറ്റ് ആ സമയത്ത് ഏതാണോ പിടിക്കുന്നത് അതിങ്ങനെ കൊണ്ടുവന്ന് വെക്കും. പിന്നെ ഇതൊക്കെ നമ്മൾ കാണുന്നല്ലേ ഒരു ചേമ്പല പോലത്തെ ഇങ്ങനത്തെ ഷെയ്ഡുള്ള ചെടികൾ, അതും കുറച്ച് സിറ്റൗട്ടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഭയങ്കര വെയിലാണെങ്കിൽ അങ്ങോട്ടേക്ക് വെയിലില്ല, വെയിലുണ്ടെങ്കിലും വലിയ ചൂടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഡെയിലി നനച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റിൽ നമ്മുടെ ചെടി ഒരു ദിവസം നനച്ചില്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കരിഞ്ഞു പോകുന്നുണ്ട്. അപ്പം ഇവിടെയൊക്കെ ചെടികൾ കൊണ്ടുപോയി വെച്ചാൽ അത് നിൽക്കുന്ന കാണാൻ തന്നെ ഭംഗിയായിട്ട്, അതെല്ലാം ഇലയൊക്കെ അതുപോലെ പച്ചപ്പായിട്ട് അങ്ങനെ നിൽക്കും. എനിക്ക് ഇതിപ്പം ഇടുക്കിയിലേക്ക് ആയതുകൊണ്ട് നല്ല തണുപ്പും ആ ഒരു നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് അതങ്ങനെ അവിടെ സർവൈവ് ചെയ്തോളൂ കേട്ടോ. പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെ വരാറില്ല. ഞാൻ ഈ ബോൾസൊക്കെ എന്തോരം കൊണ്ടുവന്നിട്ടുണ്ടെന്നറിയാം. കൊണ്ടുവന്ന് കഴിയുമ്പോൾ നല്ല കളറിലുള്ള ചെടികൾ അവിടുത്തെ പൂവൊക്കെ കണ്ടിട്ട് കൊണ്ടുവരും. പക്ഷേ നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാം. പക്ഷേ അത് ഒരാഴ്ചയെ നിൽക്കുകയുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് മമ്മിയുടെ വീട്ടിൽ ഉള്ള ചെടികൾ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്